ഇപ്പം ഈ വീട് വാങ്ങിക്കണവർക്ക് വൻ ലാഭം ഉണ്ടാ. കാരണം ഇതിൻ്റെ വിൽപ്പനയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ തൊട്ട് ചേർന്ന് കിടക്കണ 11 സെൻറ്റും കൂടി ഇതിൻ്റെ കൂട്ടത്തിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് 2 ലക്ഷം രൂപ കുറയ്ക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കുക. കാരണം ഈ വീട് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചൊരു വീടാണ്. വെറും 3 വർഷം പഴക്കമുള്ളൂ. പക്ഷെ 3 വർഷം എന്ന് പറഞ്ഞാലും ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മുറ്റത്ത് തന്നെ വലിയൊരു മാവക്കല പടന്ന് പന്തലിച്ചിപ്പുണ്ട്. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ വൈകുന്നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കുക, വർത്തമാനം പറഞ്ഞ അങ്ങനത്തേക്ക് ഒരു ഇതുണ്ട്. നല്ല സൈലൻ്റ് ഏരിയ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീട് വാങ്ങിക്കുക. കാരണം അത്ര ഗ്യാരൻ്റിയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് പുല്ലൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, അത് നാച്ചുറൽ ഗ്രാസൊക്കെ പിടിപ്പിച്ചാൽ വേറൊരു ലുക്കാണിത്. സിറ്റ് ഔട്ടൊക്കെ ഉണ്ട നല്ലൊരു. കാരണം സ്വന്തം ആവശ്യത്തിന് ആ ഒരു മോഡലിൽ പണിത വീടാണ്. നിങ്ങൾ അകത്തോട്ട് കയറി കണ്ടോട്ടെ, അപ്പോഴാണ് ഈ വീടിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഓരോ ആൾക്കാർ അവരൊരു ഇഷ്ടത്തിന് സ്വന്തമായിട്ട് പണിത വീടാണ് കണ്ടത്. ഇതാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം നോക്കി. ആവശ്യത്തിനുള്ള എല്ലാ ഫർണിച്ചറും ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ മെയിൻ ഹാള് കാണിച്ചിട്ടോ. മെയിൻ ഹാളിൻ്റെയൊക്കെ ലെങ്ത്ത് കണ്ടോ. ഇത് TV ഏരിയ. ഞാനിതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇതാണ് ഹാള് വരുന്നത്. അവിടെ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡൈനിങ് ടേബിൾ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഉള്ള ഹാളിൻ്റെ ലെങ്ത്ത് നിങ്ങൾ നോക്കിക്കോട്ടെ. അപ്പോഴേ ഈ വീടിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത്രയും വലിയൊരൊറ്റ ഹാളാണ് കിടക്കണം കേട്ടോ. നല്ല നീളത്തിൽ, വീടിൻ്റെ അത്രയും നീളത്തിലാണ് ഇതിൻ്റെ ഹാള്. അത് എന്നെ പാർട്ടീഷൻ ചെയ്തിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തേക്കണം. ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് കൊടുത്തേക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോസ്ഡ് കിച്ചൺ ആക്കണമെങ്കിൽ ആക്കാം. അതിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് ഇവിടെ തന്നെ. അപ്പം അതിന് നിങ്ങൾക്ക് വലിയ ചിലവൊന്നും വരില്ല. ദേ ഉണ്ട കിച്ചണൊക്കെ ഉണ്ട ഒരഴുക്കും കൂടി ഇല്ല. കാരണം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീനും ഗ്രാൻഡായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീടാണിത്. കാരണം ഇവരിവിടെ ഇല്ല, ഇവർ ബാംഗ്ലൂരാണ്. അപ്പോൾ അത് കാരണം വീടിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവരവിടെ സെറ്റിലാളാണ്. അപ്പോൾ ഇത് കൊടുക്കണേണ്. വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തം വീട് സൂക്ഷിക്കുന്നോട്ട് സൂക്ഷിച്ചോളൂല്ലോ. ഇനി ഇത് ബെഡ്റൂമൊക്കെ കണ്ടോട്ടോ. ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഗ്രാൻഡാണ്, ഒന്നും പറയാനില്ല. എല്ലാം വലിയ ബാത്റൂം, ഡ്രസ്സിങ് ഏരിയ, കബോർഡ് നിങ്ങൾ കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയും സൗകര്യം. ഒറ്റ നില മാത്രം, ഈ താഴത്തെ ഒരു ഫ്ലോറ് മാത്രം 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 2100 2000 മേളിലുണ്ട്. ഇതേ അവിടെ ഡ്രസ്സിങ് കബോർഡും ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ഏരിയ, ബെഡ്, അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ. ഇത് ഇവിടെ ഇനിയൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഉണ്ടോ ഇവിടെ ഡ്രസ്സിങ് ഏരിയ. ഇത് ടബ് വരെയുള്ള ഒരു ബാത്റൂമും. ഇത്രയൊക്കെ സൗകര്യമുള്ളൊരു വീടാണ്. ഇനി അടുത്ത ബെഡ്റൂം നിങ്ങൾ കണ്ടോ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. അത്രയും നല്ല രീതിക്ക് പണിത് ഫിനിഷ് ചെയ്തേക്കണ ഒരു വീട്. ഇത് മൊത്തത്തിൽ ഇതാദ്യം കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 17 സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ്. പിന്നെ ഇതിനോട് ചേർന്നതിന് ഒരു 11 സെൻറ്റ് തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കാമെന്നായി. കാരണം പിന്നെ അത് അവിടെ കിടന്നു പോകും. പിന്നെ അത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാഷ് കൗണ്ടർ ഏരിയയൊക്കെ ഉണ്ടോ, സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗേറ്റ് മാറ്റി ഇപ്പുറത്തോട്ട് ആക്കേണ്ടി വരും. കാരണം അപ്പുറത്ത്. അപ്പോൾ അതൊക്കെ പിന്നെയും സമയനഷ്ടവും എക്സ്ട്രാ ഇതൊക്കെയാണ്. അപ്പോൾ അത് കാരണം ഇതെല്ലാം കൂടി ഒന്നിച്ചാക്കി. അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കണവർക്ക് ഒരു 1.5 സെൻറ്റ് വഴിയുടെ സ്ഥലം വെറുതെ കിട്ടും. മനസ്സിലായി. അപ്പോൾ മൊത്തം 29.5 സെൻറ്റ് സ്ഥലം കിട്ടും. എന്നത് അതിൻ്റെ ബാത്റൂം വേണ്ട. ഈ ബാത്റൂം ഉപയോഗിച്ചിട്ടും കൂടില്ല. കാരണം എന്താ, ക്ലോസറ്റും കൂടി ഫിറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഫിറ്റ് ചെയ്ത് ക്ലോസറ്റൊക്കെ വെച്ച് തരോട്ടോ നിങ്ങൾക്ക്. ഈ ബാത്റൂം ഉപയോഗിക്കേണ്ട ഒരു സാധനങ്ങൾ മാത്രം ഇരിക്കുകയാണ്. കാരണം ഇവിടെ താമസിക്കാൻ ആളില്ല. എന്താ അതിനകത്ത് ക്ലോസറ്റേ വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ വെക്കാനുണ്ട്, അതൊക്കെ വെച്ച് തരും കേട്ടോ. ഇനിയിപ്പോൾ അതെ 3ാമത്തെ ബെഡ്റൂം. അപ്പോൾ നിങ്ങളിതിപ്പോൾ വാങ്ങിക്കണം. ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കുന്നുകര എത്തണേക്ക് മുന്നേയാണ് ഇത്. അതായത് അത്താണിയിൽ നിന്ന് നോർത്ത് പറവൂർക്ക് പോകുമ്പോൾ എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടൊക്കെ ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവണമെന്നുണ്ട്. ഇത് 3ാമത്തെ ബെഡ്റൂം കേട്ടോ. അതിന് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതും അറ്റാച്ച്ഡാണ്ട.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, അതിനുള്ള ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ബെഡ്റൂമോ 2 ബെഡ്റൂം എടുക്കണമെങ്കിൽ എടുക്കാം. അതിനുള്ള എല്ലാ സ്ഥലം ഒരുപാടുള്ള കാരണം നമുക്ക് സൈഡിലോട്ട് റൂം എന്തെങ്കിലും കിട്ടുക, അവിടെ നിന്ന് സ്റ്റെയർ കേസ് കൊടുത്ത് അങ്ങനെ എടുക്കാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞു 29 സെൻറ്റ് സ്ഥലമുണ്ട്. ഇപ്പോൾ ഓൾറെഡി ആ സ്റ്റെയർ കേസ് ഇരിക്കുന്ന ഭാഗത്ത് റൂം എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ നേരെ കാണുന്ന സൈഡിൽ നിന്ന് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് കവേർഡ് ആക്കാൻ പറ്റും. നേരെ കിച്ചൺ, പിന്നെ സെക്കൻഡ് കിച്ചൺ ഉണ്ടല്ലോ, അത് ഞാൻ ആദ്യം കാണിച്ചില്ലായിരുന്നു. ഇത് സെക്കൻഡ് കിച്ചൺ. പിന്നെ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കയറണമെങ്കിൽ കിണർ കാര്യങ്ങളെല്ലാം ഉണ്ട്, ആവശ്യത്തിന് തെങ്ങുണ്ട്. സെക്കൻഡ് കിച്ചൻ്റെയൊക്കെ വലിപ്പം നോക്കി, നമുക്ക് ഇഷ്ടം പോലെ സൗകര്യം കൊടുത്ത് ചെയ്തേക്കണ വീടാണ്. അപ്പം നിങ്ങളിതിപ്പോൾ ഭയങ്കര ഇത് ആദ്യം തന്നെ 79 ലക്ഷം രൂപയ്ക്ക് 17 സെൻറ്റും ഈ വീടും കൂടി കൊടുക്കാൻ വേണ്ടിയാണ് ആദ്യം ഉദ്ദേശിച്ചത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ, പിന്നെ ഈ തുണിയൊക്കെ അലക്കി ഉണക്കിയിടാൻ വേണ്ടി മുകളിലൊരു ഏരിയ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ നമുക്ക് റഫ്യൂസിനൊക്കെ ഉള്ളൊരു ഏരിയയാണ്. കാരണം അവിടെ റൂം പോലെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല, നമ്മുടെ തുണിയൊക്കെ അവിടെ നമുക്ക് ഉണക്കി വിരിച്ചിടാൻ പറ്റും. ഇവിടെ പേര, വാഴ കാര്യങ്ങൾ, അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. തെങ്ങൊക്കെ നട്ടുപിടിച്ചിട്ടുണ്ട്, അതൊക്കെ വലുതായി വരാനുണ്ട്. തൊട്ടപ്പുറത്ത് കിണറുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇപ്പം നമുക്ക് അങ്ങോട്ട് ചെല്ലാം. നല്ല വെൽ വാട്ടറാണ്ട് ഇവിടെ. അതിനുള്ള വാട്ടർ പ്യൂരിഫയറും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് നേരെ കാണുന്ന നീല കളറിലുണ്ട, അത് നമുക്ക് വെള്ളം ശുദ്ധിയായിട്ട് മുകളിലോട്ട് കയറാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സ്ഥലം കാണിച്ചുതരാം. അപ്പോൾ അതൊരു 11 സെൻറ്റാണ്. അപ്പോൾ ഇത് ഈ 17.5 ഈ വീടും കൂടി ഇവർ 79 കൊടുക്കാൻ വേണ്ടി വെച്ചാൽ ഫൈനലി. അപ്പോൾ അതിന് മാറ്റി ഇപ്പോൾ 11 കൂടി കൂട്ടി. പിന്നെ കണ്ട ഈ ചെടികൾ നിൽക്കണതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 1.5 സെൻറ്റ് വഴി വരും, അത് സെപ്പറേറ്റ് വിറ്റ് കഴിയുമ്പോൾ. അപ്പോൾ ആ 11 സെൻറ്റും കൂടി കൂട്ടി കഴിയുമ്പോഴേക്കും വന്ന വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 കോടി രൂപയ്ക്കാണ് പറഞ്ഞേക്കണം. ഇപ്പം ലാസ്റ്റ് ഫൈനലി 95 രൂപയ്ക്ക് ഇതെല്ലാം കൂടി നിങ്ങൾക്ക് തരും. ഇപ്പം ഇവിടെ നിന്നാണ് ഇപ്പോൾ ക്ലോസ് ചെയ്യേണ്ടി വന്നിരുന്നത്, മറ്റേ 11 കൂടി വരുമ്പോൾ. ഇത് അങ്ങോട്ടുള്ള വഴിയാണ് കണ്ട, അപ്പുറത്തെ പറമ്പിലോട്ടുള്ള 11 സെൻറ്റിലോട്ടുള്ള. ഇപ്പോൾ നിങ്ങളത് ഒന്നിച്ചെടുക്കുമ്പോൾ ഈ വഴിയടക്കം ഇതെല്ലാം നിങ്ങളുടെയും. വേണമെങ്കിൽ അപ്പുറത്തെ മതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊളിച്ച് കളഞ്ഞാൽ മതി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ മുകളിലത്തെ നേരെ ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഒരു റൂമുണ്ട് മുകളിൽ. അപ്പോൾ അതിനകത്ത് കയറി കയറുന്നുണ്ടെങ്കിൽ നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കാനിടാനുള്ളേ ഒരു സെറ്റപ്പ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ മുകളിൽ നിങ്ങൾ നേരിട്ട് വരുമ്പോൾ കാണിച്ചു തരാം. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഗ്രാൻഡ് വീടാണ്, ഒന്നും പറയാനില്ല. അത്രയും സൗകര്യങ്ങളും കണ്ട ഇത്രയും സ്ഥലം നിങ്ങൾക്ക് ഒന്നിച്ച് കിട്ടും ഇപ്പം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ. കാരണം ഒരു 29 സെൻറ്റ് സ്ഥലവും 30 സെൻറ്റ് 1/2 സെൻറ്റേ കുറയുള്ളൂ. ഇത്രയും നല്ലൊരു വീടും എയർപോർട്ടിൻ്റെ അടുത്ത് എന്തുകൊണ്ടും ലാഭം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധം.